എന്താ തണുപ്പ് മുത്തശ്ശി തീരുമാനാന്ന് പോയി തൊഴിലിപ്പോണ്ട് എത്തിയുള്ളൂ. പാടത്തു കൂടി ഞാൻ നടന്നു കിടക്കിട്ട് ഇങ്ങനെ വറക്കുക. പിന്നെന്തായാലും സെറ്റ് മുണ്ടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പം നടന്നു പോയി ഇങ്ങോട്ട് പോരും ചിരക്കോ ഓട്ടോന് പോരാറുണ്ട്. പക്ഷെ മുത്തശ്ശിക്ക് നടക്കാനാ ഇഷ്ടല്ലേ? നടക്കാൻ തന്നെ ഇഷ്ടം തോന്നി. തണുപ്പാണെങ്കിലും ഇങ്ങോട്ടും അതേ വടക്കേനട ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകും. എന്താ പ്രത്യേകത അമ്പലത്തില്? മുപ്പട്ട് വെള്ളിയാഴ്ച മംഗല്യ പൂജ ഒക്കെ ഉണ്ടല്ലോ. ആൾക്കാർ തിരക്ക് വരുന്നേ ഉള്ളൂ. മുത്തശ്ശി നേരത്തെ പോകുകൊണ്ട് തിരക്കൊന്നും ഇല്ലാതെ തൊഴാനൊക്കെ പറ്റി. ഇത് ഇഷ്ടമുള്ള നാളികേരം അടക്കട്ടെ. അപ്പൊ എന്താ വെച്ചാല് തണുപ്പുള്ളതുകൊണ്ട് കുറച്ചധികം ചായയൊക്കെ ചൂടോടെയൊക്കെ കുടിക്കാം. അതെ അതെ അതെ. അമ്മ മന്ദം മന്ദം നടന്നു വരുന്നുണ്ട്. അമ്മ തണുപ്പുണ്ടോ? തണുപ്പ് പോയി. പോയോ? അല്ലേ, ഞാൻ തല രാവിലെ നനയ്ക്കാറില്ല. ചില ദിവസങ്ങളിൽ ഇടവിട്ട് മാത്രമേ തല നനയ്ക്കാറുള്ളൂ. ജലദോഷം വരുന്നുണ്ടേ നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ. അമ്മ പറഞ്ഞു അമ്മ കുളിച്ചിട്ട് അമ്മാന് വിറക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. പിന്നെ നൂൽപുട്ട് ഇഷ്ടം പറഞ്ഞില്ലേ എല്ലാരോടും. മുത്തശ്ശി കൂടുതൽ ചായ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. കൊറേ ദിവസമായി ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട്. മറ്റേ ഇന്ന് കൊടുത്താ കട്ടൻ കാപ്പി ഉണ്ടാവില്ലേ? ആ അതെ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ കണ്ട് മറന്നു ചോദിക്കും. എല്ലാരും ഞങ്ങളെ മറന്നു. നമ്മള് ഷോർട്സ് മാത്രമേ ഇടലുള്ളൂ. പറഞ്ഞിട്ടുണ്ടായില്ല. കൊറേ പേര് ചോദിച്ചു ഈ കിച്ചൺ നമ്മളെ വീടിന്റെ അടുത്ത് ഒരുമിച്ച് ചേർന്നതാണോന്നൊക്കെ. ഇല്ല, നമ്മളെ വീട് ഇത് എവിടെയാണ് വരുന്നത്? സംശയം 2 വീടുകൾ അടുത്തടുത്താണ്. അതെ, വീട് ഇവിടെയും വരുന്നുണ്ട്. വീട് ഒരു പാലത്തിന്റെ വ്യത്യാസം. അതെ, ഇത് നമ്മള് ഈ കിച്ചൺ വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു ഷെഡാണ് കേട്ടോ. കുക്കിങ്ങിന് വേണ്ടിട്ട് മുത്തശ്ശി ഉണ്ടാക്കിപ്പിച്ച ഷെഡാണ്. പുതിയ കൂട്ടുകാരമ്മോ അറിയാത്തവരാ ചോദിക്കണതേ. ചിലർ ചോദിക്കണ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ തന്നെയാണ്. പിന്നെ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ട്, വേറെ തന്നെയാണോ നിങ്ങളിപ്പോ പുതിയതായിട്ട് കയറ്റിയതാണോ എന്നൊക്കെ, ഉണ്ടാക്കിയതാന്നൊക്കെ. അപ്പൊ പറഞ്ഞ അല്ല, അത് ആദ്യം ഉള്ളതാണ് പറഞ്ഞു. എന്താ പണികൾ നടക്കട്ടെ. നൂൽപുട്ടും ഇഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതെ, നല്ല ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചു. ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കുക്കറില് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം ഉണ്ടാക്കാം. ഇഷ്ടു നമ്മള് പറയും സ്റ്റൂന്നും. വടക്കോട്ട് ഇഷ്ടു, നമ്മളൊക്കെ ഇഷ്ടൂന്ന് അറിയാം. പക്ഷെ തെക്കോട്ട് സ്റ്റൂ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നൂൽപുട്ടും സ്റ്റൂ ആണ് കേട്ടോ. അതെ. പിന്നെ എന്നാ വലിയ വണ്ടിയിലാണോ തിരിക്കണേ? വലിയ വണ്ടി ശരിയാവില്ല, വൈകുന്നേരം ആക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, വൈകുന്നേരം ഒരു വെറൈറ്റി കൂട്ടാനും ഉണ്ടാക്കാം. ഏതോ? അതെ, അതെന്താന്ന് വെച്ചാ നൈസാണ്. അത് കഴിച്ചപ്പോ രാവിലെ അതെ. നമ്മളെ നൂൽപുട്ട്, അതായത് ഇടിയപ്പൊക്കെ ഉണ്ടാക്കണ ഉണ്ടൊക്കെ ആക്കിയിട്ട് മുത്തശ്ശി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളാ തിരിക്കണ മെഷീനിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ടാലിയിൽ വേവിക്കും. സേവ ഉണ്ടോന്ന്? സേവ അതന്നെ പറഞ്ഞ വൈകുന്നേരം അമ്മു മുത്തശ്ശിയാണ്ട് സേവയ്ക്ക് എനിക്ക് അന്നത്തോടുകൂടി മതിയായുണ്ട്. അങ്ങനെ പറയരുത്. നമ്മൾ എവിടെയും അല്ല, അതല്ലേ ഒന്നാമത് എന്റെ കാല് വയ്യ, എന്നിട്ട് അത് അങ്ങോട്ടും അങ്ങനെയാമോ. അതെ അതെ, മുത്തശ്ശിയെ ചെയ്തോണ്ട് അല്ല. അമ്മ 2 ദിവസമായി പറയണം അത് ഉണ്ടാക്കുക പറഞ്ഞു. ഞാൻ ഇല്ല കേട്ടോ, അതിന് എനിക്ക് അന്ന് മതിയായി. എന്താ പണി അറിയോ? പക്ഷെ കേട്ടോ നമ്മളോട്, നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര ബുദ്ധിമുട്ടില്ല. ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ടും ഇതാക്കിയിട്ട് വേവിച്ചെടുത്തിട്ട് അങ്ങനെ പീച്ച എളുപ്പമാണ്. നമ്മള് കൊറേ ബുദ്ധിമുട്ടും. ഇന്നൊരു കാര്യം ചെയ്താലോ, ഇതിന്ന് ബാക്കി നമുക്ക് ഇന്ന് കുറച്ച് പൊടി വറുത്തിട്ടാലോ? പൊടിച്ചോണ്ടെന്ന് മുത്തശ്ശി തരിച്ചൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടേ. അതെ, കഴിഞ്ഞൊക്കെ എടുത്തു. അല്ല, അപ്പൊ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും വേണേ സേവ് അയച്ചൂടെ? ഇതൊക്കെ കഴുകി നേരെ ചായ കുടിച്ചിട്ടേ എനിക്ക് വയ്ക്കൂ. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചു ഞാന്. ഇപ്പൊ നൂൽപുട്ട് ഉണ്ടാക്കിയത് നമുക്ക് അല്ല, നൂൽപുട്ട് ഉണ്ടാക്കി ആ നൂൽപുട്ട് ഇങ്ങനെ ചിക്കി ചിക്കി ഇട്ട് വറുത്തിട്ടൂടെ? അതൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സേവയാക്കാം. അതാ നല്ലത്. പിന്നെ രാത്രിക്ക് കഴിയില്ല. രാത്രി നമുക്ക് വേറെ സ്റ്റൂ അല്ലാത്ത വേറെ കൂട്ടാനുണ്ടാക്കാം. അതെ, പട്ടാണി വെള്ളത്തിലിട്ട് മസാല ഇട്ടിട്ടുണ്ട്.
ഇത് കൊറേ ആൾക്കാരെ ഒരു ചേച്ചി ഉണ്ടല്ലോ പിന്നെ വാട്സപ്പിൽ നമുക്ക് അയച്ചെന്നുണ്ടായില്ലേ നമ്മളെ കമന്റില് ആ ചേച്ചി കണ്ടോളൂ കേട്ടോ. അതാ നമ്മളെടുത്തുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളെടുത്തുണ്ട്. ഞങ്ങള് കോയമ്പത്തൂർ പാല് പിഴിയാന്ന് പറഞ്ഞിട്ട് തേങ്ങാപ്പാല് പിഴിയാൻ പറഞ്ഞു. അപ്പോഴല്ലേ ഇതിപ്പോ സേവയുടെന്ന് മനസ്സിലായത്. അവർക്ക് ശരിക്കും അറിയില്ലായിരുന്നു തോന്നുന്നുണ്ട്. അതാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇതില് സുഖാലേ, എത്ര കൊള്ളും ശരിക്കും ഒന്നോട് തിരിച്ചാലേ കൊള്ളും. കണ്ടോ 3 സ്റ്റാൻഡ് ആണ്. പിന്നെ അത്രയും വലിപ്പുണ്ട്. ഒരു 5000 എത്ര ആയത്? 5000 5 പോരാന്ന് 5-6 പിന്നെ ഇപ്പൊ അത്രയൊന്നും ആവില്ല കേട്ടോ. 7-8 ഉണ്ടാവും. തിരിച്ചു കൊടുക്കാൻ താഴത്തേക്ക് ഇങ്ങനെ അറിഞ്ഞു. ഇത് നമ്മൾ അജിമാൻ കോയമ്പത്തൂരുള്ളപ്പോ വാങ്ങിയതാ? അതോ അതിന്റെ മുന്നേ ആണോ? അല്ല ആ സമയത്ത് അതെ. അല്ല കാറില് കൊണ്ടുവരാൻ വിചാരിച്ചു. പക്ഷെ കാറില് പറ്റില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പോ ഇരുമ്പല്ലേ സാധനം. നമ്മൾ അഥവാ എവിടെയെങ്കിലും ഹബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഹബ്ബല്ല ഹമ്പ്. ഹമ്പ് അമ്മ എപ്പോഴും ഹമ്പ് പറയലുള്ള ആള്. ഹമ്പൊക്കെ ഉണ്ടാവുമ്പോ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ എന്താ പറയാ നമുക്ക് പാഴ്സലായിട്ട് വരിക ചെയ്ത്. അപ്പൊ അങ്ങനെ ഇവിടെ എത്തിച്ചു. അങ്ങാടിപ്പുറം എത്തിച്ചിട്ട് ഞാൻ വിചാരിച്ചേ നമ്മള് പണ്ട് അജയമാനൊക്കെ കോയമ്പത്തൂർ ആവണേന്റെ മുന്നേ നമ്മള് സാരിയൊക്കെ വാങ്ങാൻ വേണ്ടി മാത്രം അല്ലേ കോയമ്പത്തൂര് പോയത്. യാത്ര നല്ല രസമായിരുന്നു. അതെ അതെ. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ കൊറേ ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ പോയിട്ട് എവിടെയും പോവാറില്ല. അതെ. അപ്പൊ എന്നാ മുത്തശ്ശി നാളികേരം ചെലവാണ്. തിരിച്ചോളൂ. സമയം വൈകണ്ട. എന്നാ കൂട്ടാൻ വെച്ചോളൂ. അതാണല്ലേ കുറച്ച് വേഗം ആവാൻ. ആയിക്കോട്ടെ. അതാ ഒരു ഉണ്ടട്ടു ഇതില് ഇത് രണ്ടും കൂടിയും കാണുമ്പോളേ അമ്മയും മോളോ? അതെ അതെ അതെ. ഇത് ചെറുതും അത് എത്ര വലുതാ. ഇനി നമുക്ക് ഇതിൽ തിരിച്ചെടുക്കാം. അമ്മ എണ്ണ പറ്റിയതാന്ന് ഇതില്? അപ്പൊ നമുക്ക് എണ്ണ പരട്ടണം. അപ്പൊ ഇനി നമ്മളിതൊക്കെ തിരിച്ചു കൊടുക്കാം കേട്ടോ. പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചു. ഇതാ നൂൽപുട്ട്. മാളു ആയോന്ന് വെച്ചിട്ട് വരിക. ആയിട്ടില്ല കുട്ടിയെ. അതാ വീണു ഇതൊക്കെ. ആ തട്ടുകള് ഒരു തട്ട് അടുത്തോളാ ഒന്നിച്ചെടുത്തോളൂട്ടാ വാളോ. സമയം വൈകിയില്ലേ? സമയം വൈകി. അതെന്താ ഇത്ര കുറച്ച് വെച്ചത്? തിരിച്ചു തട്ട് കുറച്ച് കുറച്ച് സമയം എല്ലാവർക്കും കൊടുക്കാൻ നമുക്കുള്ളല്ലേ വേണ്ടു വിചാരിച്ചിട്ട് വെറുതെ കുറെ മുറാണ്ടാക്കണ്ടല്ലോ വിചാരിച്ചു. എത്രണ്ടായാലും 35 തട്ടുണ്ട്. അധികം എടുത്തിട്ടില്ല. തട്ടുകളൊക്കെ എടുത്ത് കഴിഞ്ഞു. അതെ. ഇപ്പൊ 3 തട്ടുകൾ ഉണ്ട് അല്ലേ? ഇതിപ്പോ ടോട്ടൽ എത്ര ഉണ്ട്? അത് 2 വെച്ചാ 13 ഉണ്ടാവില്ലേ. 10 എന്തായാലും ഉണ്ടാവും. ശരി കുറച്ചുകൂടെ എടുക്കായിരുന്നു മുത്തശ്ശി. എന്നാ വേഗം പണി കഴിയുമായിരുന്നു. ആദ്യം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിട്ടേ അപ്പൊ കുറച്ച് തട്ടെടുത്തിട്ട് വേഗം മറ്റേല് വെച്ചില്ല. അതുകൊണ്ടാണ് കഷ്ടം. ശരിയാ. അങ്ങനെ കുറച്ചുണ്ടാക്കി. അത് അതിലുണ്ട് 2 കൊള്ളം ഇരിക്കുന്നു. അത് മറന്നു മുത്തശ്ശി. ഓക്കെ. മാളൂനും കുഞ്ഞാവയ്ക്കും വേണ്ടിട്ട് ആദ്യം കുറച്ചുണ്ടാക്കി. കുട്ടികൾക്ക് വേണ്ടിട്ട് തിരിച്ചുണ്ടാക്കി വെച്ചതാ 2. അപ്പൊ അമ്മ തിരിക്കാനായിട്ടോ. ഒന്ന് ചൂട് പോണ്ടേ? പോയിക്കോട്ടെ. എന്നിട്ട് തട്ടാം. അപ്പൊ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് തട്ടി കൊടുക്കട്ടെ. എന്നിട്ട് വേണം അടുത്തത് തിരിക്കാൻ. തിരിക്കുന്ന ആരാ അറിയോ? അമ്മ. ഞാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ കൂട്ടാനൊക്കെ റെഡിയായി. ഇനി കഴിക്കേണ്ടവർക്കൊക്കെ കഴിക്കാം. അതെ. അടുത്ത ട്രിപ്പും കൂടെ ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ തികയില്ല. നൂൽപുട്ടാകുമ്പോ ദോശയുടെ മാതിരിയല്ല അല്ലേ? അതെ. എണ്ണ കഴിയണത് അറിയില്ല. ഒട്ടിപ്പിടിക്കാതെ എല്ലാം ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് തിരിക്കാല്ലേ? എന്നാണ് പോട്ടെന്നാ. വലിയ ഉരുളില്ലേ? 2 ഇടാച്ചിട്ടാ. ചെറുതാക്കി വേണ്ടി 2. അല്ല ആയിക്കോട്ടെ.
ഉള്ളിലേ അതില് കുറച്ചുണ്ട് കേട്ടോ. എന്നാ വേണ്ട, ഇതൊന്നും മതി. അമ്മു ആ ഇങ്ങനെ 100, 150 നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഓർമ്മ ഉണ്ടോ? പിന്നെ എത്ര തിരിച്ച് കൈ വയ്യാതെ എണ്ണു. 400 150 ഒക്കെ ഇപ്പൊ ഇടയ്ക്ക് വരല് 100, 150. അതാ ഞാൻ പറഞ്ഞത്. മുമ്പേ 500, 500 വരെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. അന്നൊക്കെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നേ. ആരോഗ്യം പോയി തണുപ്പ് തുടങ്ങിയപ്പോ. അതെ അതെ. എന്താ ട്രെയിൻ കുറച്ച് നേരത്തെയാണോ? 9:40 എത്തിയില്ലേ? 10-നല്ലേ സാധാരണ? 10 എത്രക്കാ വരല്? ഇതെന്താ 9:40 9:30 ആണോ? 9:00 ഉണ്ടോ? 9:00 ട്രെയിൻ ഇല്ല. തന്നെയാണ്. ആ ചിലപ്പോ ഗുഡ്സാവും. അത് പറയാൻ പറ്റില്ല. പ്രേക്ഷകരോട് ചോദിക്കാം, നമുക്ക് വിധി ഇന്ന് അറിയണം. ചായ മുത്തശ്ശി ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അമ്പലത്തിൽ പോയത്. 6 മണിക്കൊന്നും പോയിട്ടില്ല, ഉണ്ടാക്കി ചെയ്യാമോ? പിന്നെ എപ്പോഴാ മുത്തശ്ശി വന്നിട്ട് ഉണ്ടാക്കിയത് ചായ. എന്നാ തണുപ്പോണ്ടായിരിക്കും, പെട്ടെന്ന് തണുത്തു. ചൂടാറി. അപ്പൊ 8:15 കഴിഞ്ഞു ചായ കൂട്ടിയപ്പോ. അപ്പൊ ആ ചായ നന്നായിട്ട് തണുത്തു ഇപ്പോ. അപ്പൊ ഞാൻ അതെന്ത് ചെയ്തു, ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതില് മുത്തശ്ശി അറിയാണ്, അത് ഇനി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അമ്മു, എല്ലാം കൂടെ ചൂടാക്കി കഴിഞ്ഞാൽ എന്നാ പറയണത്. മുത്തശ്ശി ചൂട് വെള്ളത്തിൽ ഇറക്കി വെക്കലാ അല്ലേ? പക്ഷെ അത് ആ ചായ ഉണ്ടാക്കി കുടിക്കുമ്പോൾ സാധനം എന്തായാലും ഇല്ല. അതൊക്കെ ഓരോ മനസ്സിന്റെയാണ്. അതുണ്ടാവില്ല, അത് ശരിയാ. പിന്നെന്താ വെച്ചാല് മുത്തശ്ശി പിന്നെ എന്താ ചെയ്യാറ് വെച്ചാൽ ചിലപ്പോ ചായ കുറച്ചധികം ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ചൂട് വേണം വിചാരിച്ചാൽ വെള്ളം തിളപ്പിക്കും. എന്നിട്ട് ചെറിയ തൂക്കാത്തറോ കപ്പോ ഒക്കെ എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് അത് അതിൽ ഇറക്കി വെക്കും. അങ്ങനെയാണ് മുത്തശ്ശി ചൂടാക്കാറ്. അമ്മയോട് പറഞ്ഞത്. ഇത് ഗ്യാസിൽ വെച്ച് എളുപ്പമായിട്ട് ചൂടാക്കി തിളപ്പിച്ചു തരും. സാധ്യതയുള്ള ചായ കുടിക്കാൻ മുത്തശ്ശി ആദ്യം ഉണ്ടാക്കണം എന്നർത്ഥം. അമ്മേ, അതൊക്കെ ഓരോ മനസ്സിന്റെയാണ്. തോന്നുകയാണ് നമുക്ക്, അയ്യോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, കണ്ണും പൂട്ടിയിട്ട് കുടിക്കുക. അല്ല, കാപ്പി ചൂടാക്കിയാൽ പിന്നെയും കുഴപ്പമില്ല, ചായ ചൂടാക്കിയാൽ ടേസ്റ്റ് പോകും. അതെല്ലാ പ്രേക്ഷകരും അതന്നെയാ പറയാ, ശ്രദ്ധിച്ചു നോക്കൂ. ശ്രദ്ധിച്ചു നോക്കാനല്ലേ എല്ലാരും പറയും. എല്ലാരും കമന്റ് ഇട്ട് കൊടുക്കണ്ട, അമ്മൂന്റെ അഭിപ്രായമാണോ എല്ലാവർക്കും ഒന്ന് അറിയാലോ. ചിലപ്പോ എല്ലാവർക്കും മുത്തശ്ശീനെ ഇഷ്ടമുള്ളതുകൊണ്ട് മുത്തശ്ശിയുടെ അഭിപ്രായത്തോട് യോജിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അഭിപ്രായം സത്യസന്ധമായിട്ട് പറയാം. അപ്പൊ ഞങ്ങളെ കഴിക്കല് കഴിഞ്ഞിട്ടില്ല. ഞാനും അമ്മായും കഴിച്ചിട്ടില്ല, മുത്തശ്ശി അമ്മും കഴിച്ചു, അച്ഛനും അമ്മാനും കഴിച്ചിട്ടില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി കഴിച്ചു, കൈ കഴുകാൻ പോണേ ഉള്ളൂ. അപ്പൊ അമ്മു കഴിച്ചു നീട്ടു. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ.